നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം അതീവ ദുർഘടമാകുകയാണ്. ഒരു രീതിയിലും സേനയ്ക്ക് അടുക്കാൻ കഴിയുന്നില്ല. ആകാശത്ത് വട്ടമിട്ട് പറക്കുകയാണ് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ. താഴേക്കിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ. ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം അതീവ പ്രതിസന്ധിയിലാകാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയും കാരണമാകുന്നു. ശരിയാണ്, നമ്മൾ ദുരന്ത മുഖത്ത് നിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ വയനാടിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പഴിചാരലുകൾ അല്ല വേണ്ടത് എന്നറിയാം. എങ്കിൽ കൂടിയും ഈ ഒരു പിഴവ് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനാസ്ഥയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഇനിയെങ്കിലും ഭരണകൂടങ്ങൾ സ്വീകരിക്കേണ്ടത്. മുണ്ടകൈയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം പാടെ തകർന്നു പോയിരുന്നു 2019. അത് പുനർനിർമ്മിക്കാൻ ഇന്നോളം കഴിഞ്ഞില്ല. ഇതാണ് രക്ഷാപ്രവർത്തനം ഒരു രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് കാരണം. 2019 ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയ്ക്ക് സമീപമാണ് മുണ്ടക്കൈ. ഈ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈയിലേക്കുള്ള 2 വഴികളില്ലാതായി. പാലങ്ങളെല്ലാം ഒലിച്ചുപോയിരുന്നു. അതിനുശേഷം ചൂരമലയിലെ പാലം മാത്രമായിരുന്നു ഏക ആശ്രയം. അതും ഇപ്പോൾ മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയി. ഈ പാലം 2019 ദുരന്തമുണ്ടായതിനു ശേഷം പുനർനിർമ്മിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നുവെന്ന് ആരോപണം വരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാകാനും ഈ ഉരുൾപൊട്ടൽ സാധ്യത ഏറെയാണ്. കാരണം 100-നോടടുക്കുകയാണ് മരണസംഖ്യ. 400ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ്. വലിയ ദുരന്തമാണ് 2024 ഉണ്ടാകുന്നത്. 2019 നശിച്ച പാലങ്ങൾ പുനർനിർമ്മിക്കാൻ കഴിയാത്തതിനാൽ മുണ്ടകൈയിലേക്കുള്ള യാത്രയ്ക്ക് വഴിയില്ലാതായിരിക്കുകയാണ്. കേരളം ദുരന്ത നിവാരണത്തിൽ കാട്ടിയ വലിയ വീഴ്ചയാണ് ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പോലും അസാധ്യമാക്കുന്നതെന്ന ആരോപണം ശക്തമാകുകയാണ്. തോട്ടങ്ങളിലും റിസോർട്ടിലും ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. പല വീടുകളും ഇല്ലാതായി കഴിഞ്ഞു. വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുങ്ങിയവരെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കാൻ സേനകൾ സമാനതകളില്ലാത്ത നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലയിടത്തായി കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ പുറത്തെത്തിച്ചില്ലെങ്കിൽ മരണസംഖ്യ വലിയ രീതിയിൽ വീണ്ടും ഉയരും. 2019 ദുരന്തത്തിൽ തകർന്ന വഴികൾ പുനഃസ്ഥാപിക്കാത്തതും രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം അടയ്ക്കുകയാണ്. പ്രദേശത്ത് ഒറ്റപ്പെട്ട ആളുകളെ പുറത്തെത്തിക്കാൻ ശ്രമം ശക്തമായിരിക്കുകയാണ്. പാലം തകർന്നതിനാൽ കൂടുതൽ പേർക്ക് രക്ഷാപ്രവർത്തനത്തിന് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടകൈയിലേക്കെത്താൻ അതിവേഗ പാലം അനിവാര്യമാണ്. ചൂരൽമല പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എത്തുന്നത് ഇതിനു വേണ്ടിയാണ്. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ബാംഗ്ലൂരിൽ നിന്ന് എത്തുന്നത്. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറി സൈന്യത്തിന്റെ കേരള, കർണാടക ചുമതലയുള്ള മേജർ ജനറൽ VT മാത്യൂസുമായി സംസാരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ചൂരൽമലയിൽ നിന്നും മുണ്ടകൈയിലേക്ക് പാലം ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഏക യാത്രാവഴി. ഈ പാലം പൂർണ്ണമായും തകർന്നതോടെ മുണ്ടകൈ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. 2019 ദുരന്തത്തിന് ശേഷം ദ്രുതഗതിയിൽ അവിടെ നീക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇത്ര ദുഷ്കരമാകുമായിരുന്നില്ല. ചൂരൽമല കേന്ദ്രീകരിച്ചാണ് പ്രധാനമായി രക്ഷാപ്രവർത്തനം നടക്കുന്നത്. മുണ്ടകൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോകാൻ ഫയർഫോഴ്സ് ശ്രമിക്കുന്നുണ്ട്. ഫോൺ സിഗ്നൽ കുറവായ വനപ്രദേശമായതുകൊണ്ട് തന്നെ രക്ഷാദൌത്യത്തിന് പോയവരുടെ കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. NDRF, ഫയർഫോഴ്സ്, പോലീസ് എന്നിവരുടെ സംഘം സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടരുന്നു. സേന എത്തിക്കൊണ്ടിരിക്കുന്നു. സൈന്യം എത്തുന്നതുവരെ നാട്ടുകാരും സർക്കാരിന്റെ ഭാഗമായ ദൌത്യ സംഘങ്ങളുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വടംകെട്ടി NDRF സംഘങ്ങൾ അക്കരെ കടക്കാനുള്ള ദുർഘടമായ ശ്രമം നടത്തുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവരെയും പരിക്കേറ്റവരെയും എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. 5 മണിയോടെ ഇവിടെ ഇരുട്ട് പരക്കും. അതിനു മുൻപ് സാധ്യമായതെല്ലാം ചെയ്യണം. എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിന് ദുരന്ത മേഖലയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. മോശം കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ കഴിയാത്തത്. കേട്ടു നിൽക്കാൻ കഴിയാത്ത അനുഭവങ്ങളും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളുമാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്നും പുറത്തുവരുന്നത്.
ദുരന്തത്തിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സകളിലായി കഴിയുന്നത് നിരവധി പേരാണ്. ഉറ്റവരെ കാണാതെ വിങ്ങിപ്പൊട്ടുന്ന മനുഷ്യരെയാണ് ആശുപത്രിക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. ഊഹിക്കാവുന്നതിനും അപ്പുറത്തുള്ള നാശനഷ്ടങ്ങൾ വയനാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വീടുകൾ പൂർണ്ണമായും ഒലിച്ചുപോയി. വാഹനങ്ങളെല്ലാം തകർന്നു ചെളിക്കുണ്ടിൽ കിടക്കുന്നു. വളർത്തു മൃഗങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചത്തൊടുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പലയിടത്തായി കുടുങ്ങിക്കിടക്കുന്നു. ആശുപത്രിയിൽ നിരത്തി കിടത്തിയിരിക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു പൊട്ടിക്കരയുന്ന മനുഷ്യർ. കാണാതായ പ്രിയപ്പെട്ടവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് തിരയുന്ന മറ്റു ചിലർ. ദുരിത കാഴ്ചകളാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലും ആശുപത്രികളിലും ഉള്ളത്. മുണ്ടക്കൈയിൽ നിന്ന് ആരും ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്നും ചിലർ വ്യക്തമാക്കുന്നു. മുണ്ടക്കൈ ഭാഗത്ത് നിന്നുള്ള ചിലർ ചാലിയാറിലേക്ക് ഒലിച്ചുപോയിട്ടുണ്ട്. ആരൊക്കെയുണ്ട്, ആരൊക്കെ പോയി എന്നൊന്നും യാതൊരു വിവരവുമില്ലെന്ന് പറയുകയാണ് പ്രദേശവാസികൾ. ചാലിയാറിൽ നിന്ന് മാത്രം കണ്ടെടുത്തത് 10-ലധികം മൃതദേഹങ്ങളാണ്. ഇപ്പോഴും മുണ്ടക്കൈ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഒരു പ്രദേശമാകെ ഒലിച്ചു പോയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് ഏഴിമലയിൽ നിന്ന് നാവികസേനയും എത്തിയിട്ടുണ്ട്. മരണസംഖ്യ പിടിച്ചു നിർത്താൻ പോലും ആകുന്നില്ല. രക്ഷാദൌത്യം സജീവമാകുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് മഴ വലിയ തടസ്സമായി നിൽക്കുകയാണ്. പുത്തുമലയും കവളപ്പാറയും കൂട്ടിക്കലും ഒക്കെ കണ്ട് വിറങ്ങലിച്ച മലയാളി വീണ്ടും ഒരു ദുരന്തമുഖത്താണ്. വയനാട് മുണ്ടക്കൈ രക്ഷാപ്രവർത്തനം അതീവ ദുർഘടമാകുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ സേനയും വിറങ്ങലിച്ചു നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.